കഴിഞ്ഞ ചിങ്ങ 1 ഒരു അവാർഡ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. മലയാള പുരസ്കാരം. കേരളത്തിൽ എഴുത്തിനും അതേപോലെ തന്നെ സിനിമയിലും സാമൂഹ്യ പ്രവർത്തനത്തിലും അങ്ങനെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള ആൾക്കാരെ അംഗീകരിക്കുന്നതിനും അനുമോദിക്കുന്നതിനും വേണ്ടിയിട്ടുള്ളൊരു അവാർഡായിരുന്നു. അപ്പോൾ കൂട്ടത്തിൽ എനിക്കൊരു അവാർഡ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം അഭിനയിച്ചിട്ടുള്ള പരിവാർ, ധീരൻ എന്നീ സിനിമകളുടെ പെർഫോമൻസ് വെച്ചിട്ടുള്ള ഒരു അവാർഡ്. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കണ്ണൂർ വീട്ടിൽ നിന്നും എറണാകുളത്തുള്ള ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് പോകുന്ന വിശേഷങ്ങളും പരിപാടിയുടെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക. കുറേ നാളിന് ശേഷമല്ലേ ഇങ്ങനെ വീഡിയോ വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ വേണ്ടി തുടങ്ങിയത്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം. അങ്ങനെ ഞങ്ങൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ, ഞങ്ങൾ പ്രോഗ്രാം നേരത്തെ തന്നെ അവർ പറഞ്ഞുകൊണ്ട് തന്നെ വന്ദേ ഭാരതമായിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ ട്രെയിനിലൊക്കെ കുറേ മണിക്കൂർ കാഞ്ഞങ്ങാട് നിന്നും കണ്ണൂരിൽ നിന്നൊക്കെ എറണാകുളത്തേക്ക് 6-7 മണിക്കൂർ എടുക്കുന്ന സമയത്ത് കുഞ്ഞിനെയും കൊണ്ടൊക്കെ പോകാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം 4-ാം വയസ്സും നട്ടപ്രാന്തും എന്നൊക്കെ പറയില്ലേ, ആ 4-ാം വയസ്സും നട്ടപ്രാന്തും അതിൻ്റെ നട്ടപ്രാന്തിൻ്റെ നെറുകിൽ നിൽക്കുന്ന പ്രായമാണ് എൻ്റെ മോന്. അപ്പോൾ ഇത്രയും മണിക്കൂറുകൾ നമ്മൾ ട്രെയിനിൽ സ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും അവനെ അടക്കി ഇരുത്തുക എന്നുള്ളത് കുറച്ച് ടാസ്ക്കാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്രാവശ്യം വന്ദേ ഭാരത് ബുക്ക് ചെയ്ത് പോയത്. അപ്പോൾ ആളുടെ കുറേ വികൃതികളും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ കാണുന്നത്. എനിക്ക് ഉറങ്ങണം എന്നൊക്കെ പറഞ്ഞ് ഐ മാസ്ക് ഒക്കെ വെച്ചിരുന്നു. ഞാൻ ഉറങ്ങാൻ വേണ്ടിയിട്ടാണ് ഐ മാസ്ക് എടുത്തത്. എന്നാൽ എന്നെ ഐ മാസ്ക് വെക്കാൻ അവൻ സമ്മതിക്കില്ല. ഞാൻ എടുക്കുമ്പോൾ അത് അവനും വേണം. ഇങ്ങനെ തന്നെയാണ് എല്ലാ കുട്ടികളും. ഏതൊരു കാര്യവും അവർക്ക് ആദ്യം ട്രയൽ ചെയ്യണം. ഇതിപ്പോൾ ഇരിക്കാൻ പറഞ്ഞിട്ട് ഇരിക്കാണ്ട് സീറ്റിൻ്റെ നടുവിൽ കിടന്ന് ആൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ട്രെയിനിലാണേലും ബസ്സിലാണേലും ചുറ്റുള്ള ആൾക്കാരെ മുഴുവൻ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞൂസിന് നല്ല കഴിവുണ്ട്. ഇത്തവണയും നമ്മൾ ട്രെയിനിൽ ചുറ്റുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കുക. പിന്നെ 2-3 കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ അവരോടൊക്കെ ഓടിപ്പോവുക, ഇവൻ്റെ കളിക്ക് കൊടുക്കുക, ഇവൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ കൊടുക്കുക, അവരുടെ കയ്യിലുള്ള സാധനങ്ങൾ തിരിച്ചു വാങ്ങിക്കുക. അങ്ങനെ പരസ്പരം ഷെയർ ചെയ്തും കെയർ ചെയ്തും ഒക്കെ ആശാൻ ഒരു 3 മണിക്കൂർ സ്പെൻഡ് ചെയ്തു. എത്ര തവണ ഈ റൂട്ടിലേക്ക് യാത്ര ചെയ്ത് കഴിഞ്ഞാലും പിന്നെയും എന്താ ഈ എയർപോർട്ട് കാണുന്ന സമയത്ത് ഞാനിങ്ങനെ സൂം ചെയ്ത് വെക്കും, എവിടെയെങ്കിലും ഫ്ലൈറ്റ് നിർത്തിയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിലും ഇപ്പോഴും ആകാശത്തൂടെ ഫ്ലൈറ്റ് പോകുന്ന സൗണ്ട് കേൾക്കുന്ന സമയത്ത് മുറ്റത്തിറങ്ങി നോക്കുന്ന എത്ര പേരുണ്ട്. ആ കൂട്ടത്തിൽ ഒരാൾ തന്നെയാണ് ഞാനും. ആ ഒരു കുഞ്ഞു പ്രായത്തിലുള്ള കൗതുകമില്ലേ, കൗതുകം വിട്ടുപോകാത്തൊരു കൂട്ടത്തിലാണ് ഇപ്പോഴും ഞാൻ. ഈ കാണുന്ന കുഞ്ഞൊക്കെ മോൻ്റെ കൂടെ കളിയായിരുന്നു. അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കുഞ്ഞൂസ് ഒരു സാധനം കൂടി ശ്രദ്ധിച്ചത്. ഈ ലൈറ്റ് നമ്മളിങ്ങനെ ടച്ച് ചെയ്ത് ഓൺ ചെയ്യുക, ഓഫ് ചെയ്യുക. അപ്പോൾ അവൻ്റെ കൗതുകത്തിന് അവനത് ലൈറ്റ് ഓൺ ചെയ്യണം, ഓഫ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പിന്നീടുള്ള വാശിയും കളിയും ഒക്കെ അതിന് വേണ്ടിയിട്ടായിരുന്നു. എനിക്ക് സ്വന്തമായിട്ട് ടച്ച് ചെയ്തിട്ട് ലൈറ്റ് ഓൺ ചെയ്യണം, ലൈറ്റ് ഓഫ് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യം. എന്ത് ചെയ്താലും വേണ്ടില്ല, കുറച്ചു നേരം അടക്കിയിരുത്തുക എന്നുള്ളതാണല്ലോ പാരൻസിൻ്റെ ടാസ്ക്. അപ്പോൾ അവനെ ഈ കാര്യങ്ങളൊക്കെ സമ്മതിച്ചു കൊടുത്തു. അവനും ഹാപ്പി, ഞാനും ഹാപ്പി. സാധാരണ ഇങ്ങനെ പോകുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒരു ഓഫേഴ്സാണ് വെക്കാറുള്ളത്. ഞാൻ നല്ല കുട്ടിയായിരുന്നു കഴിഞ്ഞാൽ എനിക്ക് അത് വാങ്ങിത്തരുമോ, ഇത് വാങ്ങിത്തരുമോ എന്നൊക്കെ ചോദിക്കും. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും പെട്ടെന്ന് എത്തിയത് കൊണ്ട് തന്നെ വലിയ ഓഫേഴ്സോ കാര്യങ്ങളോ ഒന്നും ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്യേണ്ടി വന്നിട്ടില്ല, അവൻ ആവശ്യപ്പെട്ടിട്ടുമില്ല. ഫൈനലി ഞങ്ങൾ എറണാകുളത്തേക്ക് എത്തി. എറണാകുളത്ത് ഞങ്ങൾ റെൻറ്റിനാണ് താമസിക്കുന്നത്. എൻ്റെ വീട് കാഞ്ഞങ്ങാടും ഹസ്ബൻഡിൻ്റെ വീട് കണ്ണൂരും മട്ടന്നൂരുമാണ്. അപ്പോൾ എറണാകുളത്ത് വർക്ക് റിലേറ്റഡ് ആയിട്ട് താമസിക്കുന്നതുകൊണ്ട് തന്നെ ഞങ്ങളിവിടെ റെൻറ്റിനാണ് താമസിക്കുന്നത്. വൈകിട്ട് 5 മണിക്കായിരുന്നു പ്രോഗ്രാം പറഞ്ഞത്. ഞങ്ങളൊരു ഉച്ചയ്ക്ക് 12:30 എത്തി. പിന്നെ അവാർഡ് ഫംഗ്ഷന് കുഞ്ഞൂസിൻ്റെ ആൽവി ഏട്ടനുണ്ടായിരുന്നു. ആൽവി ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള ചത്താപ്പച്ചയിലൊക്കെ അർജുൻ അശോകൻ്റെ ബാല്യകാലം അഭിനയിക്കുന്ന കുട്ടിയാണ്. അതേപോലെ തന്നെ ലോകയിൽ അഭിനയിച്ചിട്ടുണ്ട്. പരിവാറിൽ എൻ്റെ മോനായിട്ടാണ് അഭിനയിച്ചത്. അപ്പോൾ ഗൂ സിനിമയിലെ പെർഫോമൻസിനാണ് ആൽവിക്ക് അവാർഡ്. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി മലയാള പുരസ്കാരത്തിൻ്റെ ആ ഒരു പ്രോഗ്രാമിൻ്റെ അടുത്തെത്തി. സ്റ്റേജിലിരിക്കാൻ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. അതുകൊണ്ട് ഞാനും അജിഷ ചേച്ചീനെ അറിയുന്നുണ്ടാവും. തിങ്കളാഴ്ച നിശ്ചയത്തിൽ എൻ്റെ അമ്മയായിട്ട് അഭിനയിച്ചിട്ടുള്ള ചേച്ചിയാണ്. പിന്നീട് പല്ലൊട്ടി എന്നുള്ള സിനിമയിലുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സിനിമയിലൊക്കെ അജിഷ ചേച്ചിയുണ്ട്. അപ്പോൾ ഞാനും അജിഷ ചേച്ചി സ്റ്റേജിലിരിക്കാണ്ട് പുറകിലിങ്ങനെ മാറിയിരുന്ന് കുറേ വർഷത്തിന് ശേഷം കണ്ടതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഞങ്ങൾ വർത്താനം പറഞ്ഞിരിക്കുന്ന തിരക്കായിരുന്നു. അപ്പോൾ പ്രോഗ്രാം ഇനോഗ്രേഷന് രഞ്ജിത്ത് സാർ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ സിബി മലയിൽ സാർ ഉണ്ടായിരുന്നു. പിന്നെ ഈ റെഡ് ഡ്രസ്സ് ഇട്ടിട്ടുള്ള
സാറിനെ കാണുന്നില്ലേ, നമ്മുടെ മരണമാസ സിനിമയിൽ ആക്ട് ചെയ്തിട്ടുള്ള ആ ഒരു ചേട്ടനാണ്. അങ്ങനെ ഒത്തിരി പേര് സ്റ്റേജിൽ നിന്നിട്ടുണ്ടായിരുന്നു. പ്രോഗ്രാമിൻ്റെ പ്രസംഗവും കാര്യങ്ങളൊക്കെ കേട്ട് തുടങ്ങിയ സമയത്ത് ഉറങ്ങാൻ വേണ്ടി തുടങ്ങി. സാധാരണ എനിക്കുള്ള സ്വഭാവമാണ് ഇങ്ങനെ കൂട്ടത്തിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ പ്രസംഗമൊക്കെ കേൾക്കുന്ന സമയത്ത് ഞാൻ ഉറങ്ങിപ്പോവും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ഒരു സ്ഥാപനത്തിലൊക്കെ എത്തിയിട്ട് കുറേ നേരം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടി വന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഞാൻ ഉറങ്ങും. എൻ്റെ ആ ഒരു സ്വഭാവം അതേപോലെ തന്നെ എൻ്റെ മോനും കിട്ടിയിട്ടുണ്ട്. ഈ ബ്ലാക്ക് ഷർട്ട് ഇട്ടിരിക്കുന്ന ചേട്ടൻ ഹരികൃഷ്ണൻ ലോഹിതദാസ്, നമ്മുടെ ലോഹിതദാസ് സാറിൻ്റെ മോനാണ്. ധീരൻ സിനിമയുടെ സിനിമാറ്റോഗ്രാഫറായിരുന്നു. അപ്പോൾ ധീരൻ സിനിമയിൽ അഭിനയിച്ച സമയത്താണ് ഈ ചേട്ടനെ പരിചയപ്പെടുന്നത്. അങ്ങനെ പരിചയമുള്ള ഒത്തിരി പേര് ഈ ഒരു ഫംഗ്ഷനിൽ ഉണ്ടായിരുന്നു. സിബി മലയാൽ സാറും രഞ്ജിത്ത് സാറും അവരുടെ ആ ഒരു ഇനോഗ്രേഷൻ ഫംഗ്ഷൻ കഴിഞ്ഞപ്പോൾ തന്നെ അവർ ഇറങ്ങി. അധികം നേരം അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ കോട്ടയം നസീർ സാർ ഉണ്ടായിരുന്നു. സാറും കുറച്ച് ആദ്യത്തെ സമ്മാനദാനങ്ങളൊക്കെ നൽകിയിട്ട് അദ്ദേഹവും പോയി. രഞ്ജിത്ത് സാർ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് തന്നെ ഞാനും അജിഷേച്ചിയും, ഈ കാണുന്നത് അജിഷേച്ചിയുടെ ഹസ്ബൻഡാണ് അരുൺ ചേട്ടൻ മ്യൂസിക് ഡയറക്ടറാണ്. പിന്നെ ഞങ്ങളെല്ലാവരും പോയിട്ട് രഞ്ജിത്ത് സാറിനോട് സംസാരിച്ചു, സിനിമാ വിശേഷങ്ങളൊക്കെ സംസാരിച്ചു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തിങ്കളാഴ്ച നിശ്ചയം എന്നുള്ളൊരു സിനിമയിൽ അഭിനയിച്ചുകൊണ്ട് തന്നെ എവിടെ പോയി കഴിഞ്ഞാലും, അതായത് സിനിമ ഇൻഡസ്ട്രിയിലെ ഏത് ആൾക്കാരുടെ അടുത്ത് പോയി കഴിഞ്ഞാലും വലിയ ഇൻട്രൊഡക്ഷൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ അങ്ങനെ ഒത്തിരി സിനിമയിലൊന്നും അഭിനയിച്ചിട്ടില്ലെങ്കിലും തിങ്കളാഴ്ച നിശ്ചയം എന്നുള്ള സിനിമ മലയാള സിനിമയിലെ ഇൻഡസ്ട്രിയിൽ എല്ലാവർക്കും അറിയുന്നൊരു പടമാണ്. അത് എത്രത്തോളം ഓഡിയൻസിലേക്ക് എത്തിയിട്ടുണ്ട് എന്നറിയില്ല, പക്ഷേ ടെക്നിക്കൽ സൈഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും എല്ലാവർക്കും തിങ്കളാഴ്ച നിശ്ചയം എന്നുള്ള പടം അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏതൊരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാലും ആൾക്കാരോട് അങ്ങോട്ടേക്ക് പോയി സംസാരിക്കാൻ വലിയ മടിയൊന്നും ഉണ്ടാവാറില്ല. തിങ്കളാഴ്ച നിശ്ചയത്തിലെ സുരഭിയാണ് എന്നുള്ളൊരു ഇൻട്രൊഡക്ഷനോട് കൂടിയിട്ട് അതൊരു ഭാഗ്യമായിട്ടാണ് കണക്കാക്കുന്നത്. നമ്മൾ ഒത്തിരി കാലം ടി വിയിലൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് പോയിട്ട് സാർ ഞാൻ ഇന്ന ആളാണ് എന്ന് പറയുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ, അത് എങ്ങനെ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരണമെന്ന് അറിയില്ല. പിന്നെ ഷാഹി കബീർ സാർ ഉണ്ടായിരുന്നു. നമ്മുടെ റോന്ത് അങ്ങനെയുള്ള കുറേ പടത്തിൻ്റെ ഡയറക്ടറാണ് ഷാഹി കബീർ സാർ. റോന്തിൽ ആൽവി അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ സാറിൻ്റെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്തു. ആ സമയത്താണ് ഞങ്ങൾക്ക് അവാർഡ് തരുന്ന ടൈമായത്. ആൽവിക്കാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആദ്യം ഈ ഒരു അവാർഡ് കൊടുത്തത്. അപ്പോൾ ആ സമയമാകുമ്പോഴേക്കും എന്നെയും അജിഷേച്ചിയൊക്കെ നിർബന്ധിച്ച് സ്റ്റേജിൽ കയറ്റി ഇരുത്തി. അപ്പം ഞങ്ങൾ രണ്ടുപേരും പുറകിലിരുന്നിട്ടും വീണ്ടും സംസാരമൊക്കെ ആയിരുന്നു. അപ്പോൾ ആൽവിയുടെ പ്രസംഗം ഒന്ന് കേട്ടാലോ? എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആൽവിൻ മുകുൽ, കണ്ണൂർ ജില്ലയിലാണ്. ഇത് നല്ല സന്തോഷമുണ്ട് ഈ അവാർഡ് കിട്ടിയത്. ഗുരു ആയിട്ടുള്ള മൂവിയിലെ അപ്പുന്ന ക്യാരക്ടറിനാണ് എനിക്ക് അവാർഡ് കിട്ടുന്നത്. എനിക്ക് നല്ല സന്തോഷമുണ്ട്. ആദ്യം തന്നെ ഈ അവാർഡ് എൻ്റെ ഫാമിലിക്കും പിന്നെ മൂവിന്റെ ഡയറക്ടറായ മനു സാറിനും പിന്നെ പ്രൊഡ്യൂസറായ വടക്കുള്ള സാറിനും പിന്നെ എൻ്റയർ ടീമിനും സമർപ്പിക്കുന്നു. പിന്നെ ഗുരുവായിട്ട് കുറച്ച് പടങ്ങൾ ചെയ്തിട്ടുണ്ട്, എസ്പെഷ്യലി ലോക പിന്നെ റോഡ്. ഇപ്പോൾ തിയേറ്റേഴ്സിൽ സക്സസ്ഫുൾ ആയിട്ട് റണ്ണിയതുകൊണ്ടിരിക്കുന്ന ചത്താപ്പച്ച അർജുൻ ചേട്ടന്റെ ഭാര്യ രഞ്ജിത്ത്. അത് റോഡ് ഞാൻ 5th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. സെന്റ് മൈക്കിൾ സ്കൂള് കണ്ണൂർ പഠിക്കുന്നു. ഇൻസ്റ്റാഗ്രാമിൽ എനിക്കുണ്ട് ആൽവിൻ മുകുന്ദ് എന്ന പേര്. അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ തിയേറ്റേഴ്സിലോട്ട് പോയി കണ്ട് ചതാപാച്ചിയെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ എൻ്റെ മുന്നോട്ടുള്ള ആക്ടിങ് ജീവിതത്തിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ഒത്തിരി സപ്പോർട്ട് ചെയ്യണം. 10 വയസ്സുള്ള കൊച്ചുമിടുക്കൻ. 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് പരിവാറിൽ അഭിനയിച്ചത്. അപ്പോൾ ആ സമയം മുതലുള്ള പരിചയമാണ്. കുഞ്ഞു പ്രായം മുതലേ തന്നെ ആൽവി സിനിമയിൽ സജീവമായിട്ടുണ്ട്. ഇങ്ങനെ ആക്റ്റീവായിട്ടുള്ള കുട്ടികളെ കാണുമ്പോൾ നമുക്കിനി എൻകറേജ് ചെയ്യാൻ തോന്നില്ലേ, അവർക്ക് ഇനി ഒരുപാട് അവസരങ്ങൾ കിട്ടണം, അവർ ഇനിയും ഷൈൻ ചെയ്യട്ടെ എന്നൊക്കെ. അതുപോലൊരു ഫീലിംഗ് ആണ് ആൽവിയോടും. ആൽവി മോനായിട്ട് സിനിമയിൽ എൻ്റെ കൂടെ അഭിനയിച്ചുകൊണ്ട് തന്നെ ആ ഒരു
ഒരു മോനോടുള്ളൊരു സ്നേഹം ആൽവിയോടും ഉണ്ട്. ആ സ്റ്റേജിൽ തന്നെ ഒത്തിരി കുഞ്ഞുമക്കളുണ്ടായിരുന്നു കേട്ടോ. നമ്മളെ പവി കെയർ ടേക്കർ മൂവിയിൽ അഭിനയിച്ചിട്ടുള്ള കുട്ടികൾ, അതേപോലെ തന്നെ ആ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള 2 കുട്ടികൾ, അങ്ങനെ ഒത്തിരി കുഞ്ഞുമക്കൾ ആ വേദിയിൽ നിന്ന് അവാർഡ് വാങ്ങി. അപ്പോൾ അവർക്കൊക്കെയും ഒത്തിരി അവസരങ്ങൾ ഇനിയും കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് തന്നെ ആശംസിക്കുന്നു. അടുത്തത് പിന്നെ എൻ്റെ ഊഴമായിരുന്നു. സ്റ്റേജിൽ കയറിക്കഴിഞ്ഞാൽ ആവേശത്തോടെ സംസാരിക്കുന്ന ആ ഒരു എനർജിയൊക്കെ പോയി. ഇപ്പോൾ സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും 2 വാക്ക് പെട്ടെന്ന് പറഞ്ഞിട്ട് ആ ചടങ്ങ് അങ്ങ് ഒഴിവാക്കുക എന്നുള്ളൊരു മൈൻഡാണ്. പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് മൈക്ക് കിട്ടുമ്പോൾ ഭയങ്കര ആക്രാന്തമായത്. ഇപ്പോൾ പ്രായം കൂടിയതിൻ്റെ ആണോ പക്വത വന്നതിൻ്റെ ആണോ എന്നൊന്നും അറിയില്ല, ഒത്തിരി ആൾക്കാർ ഓഡിയൻസിൽ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യം കാണുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ 2 വാക്ക് പറഞ്ഞെങ്കിൽ മൈക്ക് കൈമാറും. കാരണം കൂട്ടത്തിലിരിക്കുന്ന എനിക്കും തോന്നുമല്ലോ, ഇതെന്താ എല്ലാവരും ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ ഫംഗ്ഷനൊന്ന് നേരത്തെ കഴിഞ്ഞിരുന്നെങ്കിലെന്ന്. ഈ ഫംഗ്ഷനല്ല, ഏത് ഫംഗ്ഷന് പോയി കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ തോന്നാറുള്ളത്. അങ്ങനെ അവാർഡ് വാങ്ങി. അടുത്തത് അജിഷേച്ചിയുടെ ഊഴമായിരുന്നു. അജിഷേച്ചിയും അവാർഡ് വാങ്ങി. ഞങ്ങൾ 2 പേരും കുറേ വർഷത്തിന് ശേഷം, അതായത് തിങ്കളാഴ്ച നിശ്ചയത്തിൻ്റെ ഷൂട്ടിങ് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഒരു 6-7 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ കണ്ടുമുട്ടുന്നത്. പക്ഷേ എത്ര വർഷം കഴിഞ്ഞ് കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ ഭയങ്കര ഒരു വൈബാണ്. കാരണം സിനിമാ ലൊക്കേഷനിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉണ്ണിമായ ഒന്നും മിണ്ടാണ്ടിക്കോ, അജിഷ ഒന്നും മിണ്ടാണ്ടിക്കോ എന്ന് പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ 2 പേരോടും കൂടിയിട്ടാണ്. ഭയങ്കര വർത്താനാണ് എനിക്കങ്ങനെ വൈബ് മാച്ച് ചെയ്തിട്ട് കിട്ടുന്ന ആൾക്കാർ വളരെ കുറവാണ്. അങ്ങനെയുള്ള ആൾക്കാരെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നോൺ സ്റ്റോപ്പ് വർത്താനമായിരിക്കും. അപ്പോൾ എനിക്ക് വളരെ ലിമിറ്റഡ് ആയിട്ട് മാത്രമേ ഇങ്ങനെയുള്ള ഫ്രണ്ട്സുകളുള്ളൂ. നമ്മൾ എന്തും സംസാരിക്കാം, എന്തിനെക്കുറിച്ചും സംസാരിക്കാം, അവർ നമ്മളെ ജഡ്ജ് ചെയ്യില്ല, കുറേ ചിരിച്ചുകൊണ്ടിരിക്കാം, പരാതികളില്ല, അങ്ങനെയൊക്കെയുള്ള കുറച്ച് ആൾക്കാർ. അങ്ങനെ വളരെ ലിമിറ്റഡ് നമ്പർ ഓഫ് ഫ്രണ്ട്സിലൊരാളാണ് അജിഷേച്ചി. ഞങ്ങളവിടെ എത്തിയത് മുതൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുക, വിശേഷങ്ങൾ പറയാം. കൂടുതൽ കളിയാക്കുക തന്നെയാണ്. അതൊന്നും ഇങ്ങനെ പരസ്പരം ഹേർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ജോക്സ് ഒന്നും അല്ല കേട്ടോ. ചുമ്മാ വായിക്ക് തോന്നുന്നത് കോതൊക്കെ പാട്ട് എന്നുള്ള ലൈനിലുള്ള സംസാരമാണ് ഞങ്ങൾ 2 പേരും. അതിനുശേഷം നല്ല സുന്ദരിയായിട്ട് നല്ല കേരളീയ വസ്ത്രമൊക്കെ ധരിച്ചിട്ടാണ് മലയാള പുരസ്കാരം വാങ്ങിക്കാൻ വേണ്ടി വന്നത്. പ്രോഗ്രാം കഴിയുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. കാരണം ആൽവിക്ക് റിട്ടേൺ കണ്ണൂരേക്ക് പോകേണ്ടതുണ്ടായിരുന്നു. 9 മണിക്കായിരുന്നു ആൽവിയുടെ ബസ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആൽവിയും ഫാമിലിയും ഞങ്ങളും നേരത്തെ തന്നെ ഇറങ്ങി. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പിരിഞ്ഞു. എനിക്ക് കിട്ടിയ സമ്മാനം ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് അതിൽ എൻ്റെ മോൻ തന്നെയായിരുന്നു. എപ്പോൾ എവിടെ പോയി കഴിഞ്ഞാൽ എന്ത് കാര്യത്തിലും ഏറ്റവും കൂടുതൽ സന്തോഷം അവനാണ്.